നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിലെ ജയിലുകളിലെ വനിതാ തടവുകാർ ഗർഭിണികളാകുന്നതിൽ ആശങ്ക പങ്കുവെച്ച് കോടതി രംഗത്ത് വരികയാണ്. അമിക്കസ് ക്യൂറി റിപ്പോർട്ട് വിലയിരുത്തിയ ശേഷമാണ് കൊൽക്കത്ത ഹൈക്കോടതി വിലയിരുത്തൽ നടത്തിയത്. പശ്ചിമ ബംഗാളിലെ ജയിലുകളിൽ കഴിയുന്ന വനിതാ കുറ്റവാളികളാണ് ഇത്തരത്തിൽ ഗർഭിണികളാകുന്നുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. ജയിലുകളിൽ കുറഞ്ഞത് 196 കുഞ്ഞുങ്ങളെങ്കിലും ജനിച്ചിട്ടുണ്ടെന്നാണ് അമിക്കസ് ക്യൂറി കൽക്കട്ട ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ജയിൽ പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് കേസ് പരിഗണിക്കുന്നതിനിടെയാണ് അമിക്കസ് ക്യൂറി ഇക്കാര്യം അറിയിച്ചത്. തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് പുരുഷ ജീവനക്കാരെ വിലക്കണമെന്ന് അമിക്കസ് ക്യൂറി നിർദ്ദേശിച്ചു കഴിഞ്ഞു. വ്യാഴാഴ്ചയാണ് അമിക്കസ് ക്യൂറി വനിതാ തടവുകാരെ പാർപ്പിച്ച ഇടങ്ങളിൽ പുരുഷ ജീവനക്കാരെ വിലക്കണമെന്നാവശ്യപ്പെട്ട് റിപ്പോർട്ട് നൽകിയത്. വനിതാ തടവുകാർ ഗർഭിണികളായ കാലഘട്ടത്തെക്കുറിച്ചും ഗർഭിണികളായത് എങ്ങനെയാണെന്നും അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ വിശദമാക്കിയിട്ടില്ല. ഡിവിഷൻ ബെഞ്ച് റിപ്പോർട്ട് തിങ്കളാഴ്ച പരിഗണിക്കും. വനിതാ തടവുകാരെ ജയിലുകളിലേക്ക് അയക്കുന്നതിന് മുൻപ് അവർ ഗർഭിണിയാണോ എന്ന പരിശോധന നടത്തണമെന്നുള്ള നിർദ്ദേശം റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വനിതാ ജയിലിനുള്ളിൽ 15 കുട്ടികളെ കണ്ടെത്തിയെന്നും ഇതിൽ 10 ആൺകുട്ടികളും 5 പെൺകുട്ടികളുമാണ് ഉള്ളത്. അലിപൂരിലെ വനിതാ ജയിലിനുള്ളിലാണ് 15 കുട്ടികളെ അമിക്കസ് ക്യൂറി കണ്ടെത്തിയത്. എല്ലാ ജില്ലാ ജഡ്ജിമാരും അവരവരുടെ ജൂറിസ്ഡിക്ഷന് കീഴിൽ വരുന്ന ജയിലുകളിലും കറക്ഷൻ ഹോമുകളും സന്ദർശിച്ച് വനിതാ തടവുകാരുടെ ക്ഷേമം അന്വേഷിച്ച് എത്ര പേർ ജയിൽവാസത്തിൽ ഗർഭിണികളായെന്ന് കണ്ടെത്തണമെന്നും നിർദ്ദേശമുണ്ട്. തടവുകാരുമായി സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ പല തടവുകാരും ജയിലിനുള്ളിൽ തന്നെയാണ് കുട്ടികൾക്ക് ജന്മം നൽകിയത്. ജയിലിൽ പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങളിലെ പോരായ്മയും റിപ്പോർട്ട് വിശദമാക്കുന്നു. വനിതാ തടവുകാരുടെ എണ്ണം ജയിലുകളിൽ വർദ്ധിക്കുന്നതും റിപ്പോർട്ട് വിശദമാക്കുന്നുണ്ട്. ഡംഡമിലെ വനിതാ ജയിലിനുള്ളിൽ 400 വനിതാ തടവുകാരാണ് താമസിക്കുന്നത്. ഇതിനിടയിൽ 90ഓളം തടവുകാരെ അലിപൂരിൽ നിന്ന് ഡംഡമിലേക്ക് എത്തിച്ചതായി റിപ്പോർട്ട് വിശദമാക്കുന്നുണ്ട്. വ്യാഴാഴ്ചയാണ് വനിതാ തടവുകാരുടെ ഇടങ്ങളിൽ പുരുഷ ജീവനക്കാരുടെ പ്രവേശനം വിലക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസ് TS ശിവജ്ഞാനു, ജസ്റ്റിസ് സുപ്രദീപ് ഭട്ടാചാര്യ എന്നിവരടങ്ങിയ കൽക്കട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ റിപ്പോർട്ട് നൽകിയത്. എന്നാൽ വനിതാ തടവുകാർ ഗർഭിണികളായ സമയത്തെക്കുറിച്ചും എങ്ങനെയെന്നതിനെക്കുറിച്ചുമുള്ള രേഖകൾ അമിക്കസ് ക്യൂറി വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ജയിലുകളിൽ സ്ത്രീകൾ ഗർഭിണികളാകുന്നതുമായി തനിക്ക് ഇതുവരെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ജയിലിൽ അമ്മമാരോടൊപ്പം കഴിയാൻ അനുവാദമുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾ ജയിലിലുള്ളതായി കാണുന്നത് എന്നുമാണ് പശ്ചിമ ബംഗാൾ കറക്ഷണൽ സർവീസിലെ മുതിർന്ന IPS ഓഫീസർ പറഞ്ഞത്. ഏതായാലും തിങ്കളാഴ്ച കേസ് പരിഗണിച്ചേക്കും. കസ്റ്റഡിയിലിരിക്കെ വനിതാ അന്തേവാസികൾ ഗർഭിണിയാകുന്നതിന്റെ ഭയാനകമായ അവസ്ഥ വ്യക്തമാക്കുന്നതാണ് പുറത്തു വന്നിട്ടുള്ള ഈ ഒരു റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ വനിതാ തടവുകാരുടെ അവകാശങ്ങളും ക്ഷേമവും സംരക്ഷിക്കുന്നതിന് സമഗ്രമായ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.